ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർവഹിച്ച് ദിജിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്ത് നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ചിത്രം ഇന്ന് ആദ്യ ബുധനാഴ്ച കൂടിയായ 6ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. സന്ദീപ് ദേവ്, വിനീത്, നരേൻ, അശോകൻ, ബിനു പപ്പു, ബിയാന മോമൻ, സൗരവ് സച്ദേവ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,72,00,000 രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8,82,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 6ാം ദിവസം എന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,60,00,000 റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 10,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-18.5 കോടി റേഞ്ചിലുമാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നവാഗനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ സിനിമയിൽ ഷമ്മി തിലകൻ, പ്രിയമത കൃഷ്ണൻ, അനു മോഹൻ, രാജശ്രീ, TJ അരുണാചലം എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ 5ാം ദിവസം എന്നുള്ള തിങ്കളാഴ്ച കേരളത്തിൽ 31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 4,13,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 6ാം ദിവസം എന്ന ബുധനാഴ്ചയും 30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് കേരളത്തിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 4,43,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 6 ദിവസം കൊണ്ട് 7.5-8 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാസ്ക്. നവാഗതനായ വികർണൻ അശോക് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കെവിൻ, ആൻഡ്രിയ ജെറമിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 3,12,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ 5 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 6,10,00,000 രൂപയാണ്. 5 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 6,50,00,000 രൂപയുമാണ്. നിലവിൽ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മസ്തി 4. മിലാപ് സബേരി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിവേക് ഒബ്രോയി, റിതേഷ് ദേശ്മുഖ്, അഫ്താബ് ശിവദാസനി, അർഷാദ് വാഴ്സി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 4,15,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 13,80,00,000 രൂപയും വിദേശ കളക്ഷൻ 1,40,00,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 15,20,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ഒൻറ്റൻറ്റി ബഹാദൂർ. രജനീഷ് കായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഫർഹാൻ അക്തർ, രാശി ഖന്ന, വിവാൻ ഫത്തേന, അങ്കിത് സിവാച്ച് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 15,60,00,000 രൂപയും വിദേശ കളക്ഷനായി സ്വന്തമാക്കിയത് 1,40,00,000 രൂപയുമായിരുന്നു. അങ്ങനെ ഒൻറ്റൻറ്റി ബഹാദൂർ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 17 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അൻഷിൽ ശർമ്മ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദേ ദേ പ്യാർ ദേ 2. അജയ് ദേവ്ഗൻ, മാധവൻ, രാകുൽ പ്രീത് സിംഗ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 77,65,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി ഈ സിനിമയ്ക്ക് 22,50,00,000 രൂപയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 12 ദിവസം കൊണ്ട് 1,15,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടി രൂപയാണ്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാന്ത. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 4,88,00,000 രൂപയാണ്. 13ാം ദിവസമായ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 4,91,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് DS. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 26 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 37,47,00,000 രൂപയാണ്. 27ാം ദിവസം കൂടിയായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 37,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 82 കോടിക്ക് മുകളിലുമാണ്. ശ്രീനാഥ് ഭാസി നായകനായി AB ബിനിൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പൊങ്കാല. AB ബിനിൽ തന്നെ തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ സമ്പത്ത് റാം, ഇന്ദ്രൻസ്, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. നേരത്തെ നിരവധി പ്രാവശ്യം റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് ഡേറ്റ് മാറ്റുകയും ചെയ്ത സിനിമ കൂടിയാണ് പൊങ്കാല. ഇന്ന് ഈ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 30 ഞായറാഴ്ചയാണ് ഈ സിനിമ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. മനോജ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഖജുരാവോ ഡ്രീംസ്. സേതു തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്ന ഈ സിനിമ ഡിസംബർ 5 വെള്ളിയാഴ്ചയാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. അർജുൻ അശോകൻ, ജോണി ആന്റണി, രാജ് അർജുൻ, ശ്രീനാഥ് ഭാസി, ചന്തുനാഥ്, ധ്രുവൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഹണി റോസ് നായികയാക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് റേച്ചൽ. ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് അബ്രിൽ ഷൈൻ, രാഹുൽ മണപ്പാട്ട് എന്നിങ്ങനെ 2 പേരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ബാബുരാജ്, ചന്തു സലീംകുമാർ, റോഷൻ ബഷീർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ റിലീസിംഗ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഡിസംബർ 6-നായിരുന്നു. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ റിലീസിംഗ് ഡിസംബർ 12 മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ചാനലിലൂടെ സിനിമാ സംബന്ധമായ വീഡിയോ കാണുന്നവരിൽ 75% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. പുതിയ സിനിമാ വിവരങ്ങൾ, കളക്ഷൻ വിവരങ്ങൾ എന്നിവ അടങ്ങിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.